ഉണ്ടല്ലേ ശ്രദ്ധ. സൂപ്പറാ, അടിപൊളിയാണല്ലേ. ചുണ്ടുമലെന്താ പൊട്ടിയോ? മുറിയായില്ലേ? എന്നാ വീട്ടിൽ പോവാ, തിരിച്ച് പോവല്ലേ നമുക്ക്? വേണ്ടല്ലോ, കൂട്ടറെടുക്കേ. നമ്മളെങ്ങടെ പോണു കുഞ്ഞോ? ഉപ്പ് വാങ്ങാനോ? ഉടുപ്പ് വാങ്ങാനോ? ഉപ്പ് വാങ്ങാൻ എനക്ക് വേണം ഉടുപ്പ്. നോക്കട്ടെ, മുഖം നോക്കട്ടെ. ചുണ്ടുമ്പോ മുറിയായിരുന്നു. ഇല്ല, ആ പോയി, ചുണ്ടുമ്പോ മുറിയായത് പോയി. അപ്പൊ അതൊന്ന് ഡോക്ടറെ കാണിക്കണം. പിന്നെ എങ്ങനെയാണ്? വേണ്ട. പിന്നെന്താണ്? സാധനങ്ങള് മേടിക്കണം. ഹലോ, അപ്പോൾ എന്തായാലും ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മൂവർ സംഘം ഒന്ന് പുറത്തിറങ്ങിയതാണ്. മെയിനായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നുണ്ടായിരുന്നു പെണ്ണിനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വന്ന്, അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് മെയിനായിട്ടും ഞങ്ങൾ രണ്ടാളും ക്യാമറ ഓണാക്കിയിട്ട് അവളെ മുറി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മാനസികമായിട്ട് അവളിങ്ങനെ തളർത്തുവാണ് ഞാൻ. എനിക്കിതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ അയ്യോ എന്താ, ഞങ്ങളെ സൗന്ദര്യം പോയതിൻ്റെ ഒരു വിഷമമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കടയിൽ കയറി കഴിഞ്ഞ് ഡ്രസ്സും കാര്യങ്ങളും ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അവൾക്കൊരു കണ്ണാട കണ്ടിട്ട് അതിനുവേണ്ടി തല്ലുണ്ടാക്കി വാങ്ങിച്ചൊരു കണ്ണാടയാണത്. പിന്നെ അവൾക്ക് അതിനോട് യാതൊരു വിലയില്ല. ഒരു കയറെടുത്ത് കെട്ടുന്നു, കാലുകൊണ്ട് ചവിട്ടുന്നു, അങ്ങനെ പല കാര്യങ്ങളായിരുന്നു. എന്തിനാണ് ഈ പെണ്ണിനിത് വാങ്ങിക്കൊടുത്തതെന്ന് പോലും തോന്നിപ്പോയ ഒരു സമയമായിരുന്നു അത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ഒരു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ കയറാമെന്ന് വിചാരിച്ച് ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് വരുന്ന വരവ് കണ്ടാൽ തോന്നും അവളാണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നതെന്ന്. എന്താ വരവ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതിന് ശേഷം പിന്നെ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ, ദാഹം ഉണ്ടാവുമല്ലോ, വിശക്കുമല്ലോ. അപ്പോൾ പിന്നെ ഒരു കടയിൽ കയറി ഞങ്ങൾ പിന്നെ ലസ്സിയാണ് ഓർഡർ ചെയ്ത്. ഫ്രൂട്ട് ലസ്സി ആയിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ളതാണ് ലസ്സി. ഇവിടെ